ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള ഓരുപുഴ പാടശേഖരത്തിൽ മത്സ്യകൃഷിയുടെ പേരിൽ ആഴത്തിൽ ചെളിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് നെയ്തക്കുടി കുടിവെള്ള സംരക്ഷണ സമിതി ഭാരവാഹികൾ. ഇത് തടയാൻ മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമുണ്ടെന്നും സമരസമിതി. തൃശൂരിൽ കോൺഗ്രസിന് തിരിച്ചടി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേർന്നു. മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇവർക്ക് പാർട്ടി അംഗത്വം നൽകി. അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിച്ചു. പെസഹ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്രധാന ജലസ്രോതസ്സായ ഓരുപുഴ പാടശേഖരത്തിൽ മത്സ്യകൃഷിയുടെ പേരിൽ വ്യാപകമായി ആഴത്തിൽ ചെളിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് നെയ്തക്കുടി കുടിവെള്ള സംരക്ഷണ സമിതി ഭാരവാഹികൾ മാളയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അനധികൃത നിർമ്മാണം ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കുന്നതാണ്. ഇത് തടയാൻ മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമുണ്ടെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി. നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്രധാന ജലസ്രോതസ്സായ ഓരുപുഴയിൽ കുറച്ചു നാളുകളായി മത്സ്യകൃഷിയുടെ പേരിൽ വ്യാപകമായി ആഴത്തിൽ ചെളിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് നെയ്തക്കുടി കുടിവെള്ള സംരക്ഷണ സമിതി ഭാരവാഹികൾ മാളയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രദേശത്തെ ഈ 100-ലധികം ഏക്കറോളം വരുന്ന ഈ പ്രദേശം ഗിരിയാന്തൻ ഫാം എന്ന് പറയുന്ന എറണാകുളത്ത് പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള ഒരു ഇത് ലീസിനെടുത്താണ് ഇപ്പോൾ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 2018 ഇവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അന്ന് ഈ ജനകീയ സമരസമിതിയുടെ നേതൃത്വം കൊടുത്തിരുന്നത് ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനും ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിരുന്ന നമ്മുടെ മാളയുടെ മുൻ MLA ആയിട്ടുള്ള ശ്രീ ശശിയാണ് സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള നാട്ടുകാരുടെ പരാതി പ്രകാരം കളക്ടർ ഇമ്മീഡിയറ്റായിട്ട് മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് മാള ഗ്രാമപഞ്ചായത്ത് 2018 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം പരാതിക്കാരെയും അതുപോലെ തന്നെ ഈ ഫാം ഉടമയും ബഹുമാനപ്പെടാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ യോഗം നടത്തി തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നത് ആ തീരുമാനം കാര്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിനകത്ത് എത്തിക്കുന്നു. അതിൻ്റെ കോപ്പി നമ്മൾ ഇന്നിവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അടിയന്തരമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആഴത്തിൽ ചെളിയെടുക്കുമ്പോൾ വേലിയേറ്റത്തിൽ കയറി വരുന്ന ഉപ്പുവെള്ളം വർഷം മുഴുവനും കെട്ടിനിൽക്കുന്നതാണ്. ഇത് തൊട്ടടുത്തുള്ള ജനവാസ മേഖലയിലെ ജലസ്രോതസ്സുകളെ മലിനമാക്കും. 1998 വരെ ഈ പാടശേഖരത്തിൽ മനുഷ്യനിർമ്മിതമായി മാത്രമാണ് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ ബണ്ടുകൾ ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ നടത്തിയിരുന്നത്. 1999 മുതൽ 2017 വരെ ഈ പൊക്കാളി പാടശേഖരത്തിൽ സ്വാഭാവികമായ വേലിയേറ്റ വേലിയിറക്കത്തിലൂടെ മത്സ്യബന്ധനം നടത്തി വന്നിരുന്നു. 2018 ആഴത്തിൽ ചെളിയെടുക്കുന്ന പ്രവൃത്തികൾ നടന്നപ്പോൾ ജനകീയ സമരസമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഈ പരാതി പ്രകാരം കളക്ടർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവിടുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി 2018 ഫെബ്രുവരി 3-ാം തീയതി പരാതിക്കാർ, ഫാം ഉടമ എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നു. ഈ യോഗത്തിൽ പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് ബോധ്യപ്പെട്ട് ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നതായും ഇത് നടപ്പിലാക്കണം എന്നതാണ് സമരസമിതിയുടെ ആവശ്യമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. മേൽ സാഹചര്യം നിലനിൽക്കവേ 2023 ഡിസംബർ 10-ാം തീയതി കിരിയാന്തൻ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങി. നിലവിൽ ഫാം ഉടമകൾ നടത്തുന്ന അനധികൃത നിർമ്മാണം ജലത്തിൻ്റെ സ്വാഭാവികത ഒഴുക്കിനെ ബാധിക്കുന്നതാണ്. ഇത് തടയാൻ മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമുണ്ടെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി. കണ്ടൽക്കാടുകൾ വെട്ടിനിരത്തി ആഴത്തിൽ മണ്ണെടുത്ത് നടത്തുന്ന മത്സ്യകൃഷി മൂലം 100 കണക്കിന് കിണറുകളിലും ഏക്കർ കണക്കിന് പാടശേഖരത്തിലും ഉപ്പുവെള്ളം കയറാൻ ഇടവരുത്തുമെന്നും സമരസമിതി പറഞ്ഞു.
ഇടതുപക്ഷത്തെ CPIയുടെ യുവജന സംഘടന മത്സ്യഫാം ഉടമകളിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇത് ജനകീയ സമരത്തെ ഇല്ലാതാക്കാനുള്ള ആരോപണം മാത്രമാണെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. അനധികൃത പണം ആവശ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഫാം ഉടമകൾ പരാതി നൽകിയില്ലെന്നും സമരസമിതി ചോദിച്ചു. സമരസമിതി ഭാരവാഹികളായ സോയ് കോലഞ്ചേരി, CK സതീശൻ, KP രാജീവ്, PR ജിനീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മീഡിയ ടൈം, മാള. തൃശൂരിൽ കോൺഗ്രസിന് തിരിച്ചടി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേർന്നു. BJP ജില്ലാ കാര്യാലയമായ നമോ ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇവർക്ക് പാർട്ടി അംഗത്വം നൽകിയത്. BJP സംസ്ഥാന ജില്ലാ നേതാക്കൾ സന്നിഹിതരായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും അഖില കേരള എഴുത്തച്ഛൻ സമാജം മുൻ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, KPCC വിചാർ വിഭാഗ് ഭാരവാഹിയും കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം സെക്രട്ടറിയുമായ CN സജി, ജില്ലാ സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ KG അരവിന്ദാക്ഷൻ, പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും എഴുത്തച്ഛൻ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VA രവീന്ദ്രൻ എന്നിവരാണ് BJPയിൽ ചേർന്നത്. BJP ജില്ലാ കാര്യാലയമായ നമോ ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കറാണ് ഇവർക്ക് പാർട്ടി അംഗത്വം നൽകിയത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, C സദാനന്ദൻ മാസ്റ്റർ, മേഖലാ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് KR ഹരി, സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മാസപ്പടിയിലെ ED അന്വേഷണത്തെ പരിഹസിച്ച് K മുരളീധരൻ MP. ED വരും പോവും, ED വന്നാൽ കണക്കാക്കണം, ഡീൽ ആരംഭിച്ചു എന്ന് ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു എന്നും K മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെ ചെറുത്തു തോൽപ്പിച്ച് UDF ഇവിടെ വിജയിക്കും എന്ന് മുരളീധരൻ പറഞ്ഞു. അത് ED ഇടയ്ക്ക് വരെ ഇടയ്ക്ക് അപ്രത്യക്ഷമാവും. ED വന്നാൽ കണക്കാക്കണം, ഡീൽ ആരംഭിച്ചു. ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു. ഇപ്പം ഞങ്ങളിവിടെ BJPയെ 3-ാം സ്ഥാനത്തേക്ക് വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ BJP 1-ാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം. അതിലൊരു ദുഃഖമുണ്ട്. മത്സരം LDFും UDFും തമ്മിലാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മുകളിൽ BJPയെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചെലവാവില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിനെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് UDF ഇവിടെ വിജയിക്കും. ഇല്ല, നേതൃത്വത്തിന് കാരണം എല്ലാ എമൗണ്ടും സീൽ ചെയ്ത് വയ്ക്കുകയല്ലേ. ഞങ്ങളുടെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയോട് ഇത്രയും ഒരു വൃത്തികെട്ട സമീപനം ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? BJPക്കും പണ്ട് പ്രധാനമന്ത്രിമാരുണ്ടായി, മറ്റേ വാജ്പേയിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു പൈസവും ഇല്ലെന്ന് തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ. ഇത് കുറേ ആൾക്കാരെ കാല് മാറ്റാൻ നോക്കി, അതുകൊണ്ട് ഒരു ലക്ഷ്യവും നടക്കുന്നില്ല. അപ്പോഴാണ് എന്നാൽ പിന്നെ പൈസ ചിലവാക്കണ്ട എന്നൊരു സമീപനം എടുത്തിട്ടുള്ളത്. അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിച്ചു. പെസഹ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് തീർത്ഥാടന ദേവാലയത്തിൽ നടത്തിയ പെസഹ വ്യാഴം ദിനാചരണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിച്ചു. വിശുദ്ധമാരാചരണത്തിലെ പ്രധാന ദിവസമാണ് ഈസ്റ്ററിന് മുൻപുള്ള പെസഹ വ്യാഴം. ക്രിസ്തു കുരിശുമരണത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ച ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ പെസഹ ദിനാചരണവും. പെസഹ വ്യാഴം ആചരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ എന്നിവ നടന്നു. പെസഹ അപ്പം മുറിക്കൽ, കാൽക്കഴുകൽ ശുശ്രൂഷകൾ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. പിറ്റേന്ന് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അനുസ്മരിച്ച് ദുഃഖവെള്ളി ആചരണവും ഉണ്ടാകും. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴി ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കെടുക്കും. താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ രാവിലെ രൂപതയിലെ എല്ലാ വൈദികരും ചേർന്ന് അർപ്പിക്കുന്ന ദിവ്യബലി മധ്യേ ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, രോഗീലേപനം എന്നീ കുദാശകൾ നൽകുന്നതിനാവശ്യമായ തൈലം ആശീർവദിക്കൽ, വൈകിട്ട് 5:30 തിരുവത്താഴ പൂജ, പാദക്ഷാളന കർമ്മം എന്നിവ നടന്നു.
തിരുകർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി എത്തി. സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തെങ്ങിലെ പട്ട പറിച്ച് തിന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഒച്ചയെടുത്താണ് ആനയെ തിരിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ആനക്കൂട്ടം അതിരപ്പള്ളിയിൽ ആക്രമണം നടത്തിയിരുന്നു. എരണ്ടക്കെട്ടിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും സജീവമാകുന്നു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ ആന സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തെ തെങ്ങിലെ പട്ട പറിച്ചു തിന്നു. ഇന്നലെ രാത്രി 10:30 സംഭവം. സ്റ്റേഷന് മുന്നിലെത്തിയ ആന പട്ട തിന്ന ശേഷം 10 മിനിറ്റോളം അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഒടുവിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഒച്ചയെടുത്താണ് ആനയെ തിരിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ആനക്കൂട്ടം അതിരപ്പള്ളിയിൽ ആക്രമണം നടത്തിയിരുന്നു. പ്രകൃതി ഗ്രാമത്തിലാണ് കാട്ടാനകൾ ആക്രമണം അഴിച്ചുവിട്ടത്. ചെടിച്ചട്ടികളും ഗ്രില്ലുകളും ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തകർത്തിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ അണ്ടത്തോട് പെരിയമ്പലത്ത് ബൈക്കും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ മലപ്പുറം നടയിരിപ്പ് സ്വദേശി നവീൻ രാജാണ് മരിച്ചത്. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇന്ന് രാവിലെ പെരിയമ്പലം വേട്ടേക്കാരൻ ക്ഷേത്രത്തിന് മുൻപിൽ ദേശീയപാത 66 വെച്ചാണ് അപകടം ഉണ്ടായത്. മലപ്പുറത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന മിനി പിക്കപ്പും അണ്ടത്തോട് ഭാഗത്തു നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകട വിവരം അറിഞ്ഞെത്തിയ അയലൂർ വിന്നേഴ്സ് ആംബുലൻസ് പ്രവർത്തകർ നവീൻ രാജിനെ ചാവക്കാട് ഹയാത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, തൃശൂർ. വടക്കാഞ്ചേരി പത്താംകല്ലിൽ നിയന്ത്രണം വിട്ട ഡെലിവറി വാൻ വൈദ്യുതി തൂണിലിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂണ് 3 മുറിഞ്ഞു. ഡ്രൈവർ ഷോക്കേൽക്കാതെ തലനാരിഴക്കി രക്ഷപ്പെട്ടു. താറുമാറായ വൈദ്യുതി വിതരണം 4 മണിയോടെയാണ് പുനഃസ്ഥാപിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ മംഗലം പഞ്ചായത്ത് കടവിലായിരുന്നു അപകടം. കല്ലമ്പാറ ഭാഗത്തു നിന്നും പത്താംകല്ല് ഭാഗത്തേക്ക് വരികയായിരുന്ന ഡെലിവറി വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ കൊടുങ്ങല്ലൂർ സ്വദേശി 52 വയസ്സുള്ള ഹനീഫയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതിക്കാലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ 3 മുറിയുകയും വൈദ്യുതി കമ്പികൾ ഉൾപ്പെടെ വാഹനത്തിന് മുന്നിലേക്ക് പതിക്കുകയും ചെയ്തു. തലനാരിഴയ്ക്കാണ് ഡ്രൈവർ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഹനീഫയെ നാട്ടുകാർ ചേർന്ന വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ വൈദ്യുതി ബോർഡ് ജീവനക്കാർ താറുമാറായ വൈദ്യുതി വിതരണം 4 മണിയോടെയാണ് പുനഃസ്ഥാപിച്ചത്. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞ് അപകടം. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്തു നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ റേഷൻ കടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ് തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയത്. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. നിർമ്മാണം നടത്തുന്ന മേഖലയിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോ അപായ സൂചനാ ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല. ഇതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. സരിത കൈതോലയുടെ കവിതാ സമാഹാരം കടലാസുപൂവിന്റെ പുസ്തക പ്രകാശനം മാർച്ച് 30 ശനിയാഴ്ച നടത്തുമെന്ന് സരിത കൈതോല, സുരേഷ് കരിന്തലക്കൂട്ടം എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5-ന് പൊറക്കുളം പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ പ്രിയാനന്ദനൻ പുസ്തക പ്രകാശനം നിർവഹിക്കും. രമേശ് കരിന്തലക്കൂട്ടം പുസ്തകം ഏറ്റുവാങ്ങും. അന്യമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് മുഖ്യാതിഥിയാകും. പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു.
CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ നടന്ന സമ്മേളനത്തിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ബസന്തകുമാർ അധ്യക്ഷനായി. VR സുനിൽകുമാർ MLA സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, M രാജേഷ്, KR ജൈത്രൻ, TK സന്തോഷ്, CC ബിപിൻ ചന്ദ്രൻ, KA രമേശൻ, PP സുഭാഷ്, TK ഗീത, വേണു വെണ്ണറ, ജോസ് കുരിശിങ്കൽ, TP അരുൺ മേനോൻ, KC വർഗീസ്, ശിവൻ കാര്യത്ത് എന്നിവർ സംസാരിച്ചു. മരച്ചിലകൾ വെട്ടിമാറ്റുന്നതിനിടെ മരക്കൊമ്പ് വീണ് ഗാന്ധി പ്രതിമയുടെ കയ്യേറ്റു. കാടുകുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയുടെ വലതുകൈയുടെ കൈപ്പത്തിയാണ് അറ്റുപോയത്. പഞ്ചായത്തിനോട് ചേർന്നുള്ള ആയുർവേദ ആശുപത്രിക്ക് മുന്നിലെ വാഗാമരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റുന്നതിനിടയിലാണ് സംഭവം. മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും അനധികൃതമായാണ് മരം മുറിച്ചതെന്നും ആരോപണമുയരുന്നുണ്ട്. കൈപ്പത്തി വെച്ചുപിടിപ്പിക്കാനാകില്ലെന്നാണ് ശില്പികൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിമ പുനർനിർമ്മിക്കേണ്ടതായി വരും. 2009 പഞ്ചായത്ത് പ്രതിമ സ്ഥാപിച്ചത്. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ തലത്തിൽ ബ്രേവസ്റ്റ് ഫയർമാൻ ഓഫ് ദ 2024 ആയി തെരഞ്ഞെടുക്കപ്പെട്ട ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രമേശ് കുമാറിനെ സമാദരണ സദസ്സിൽ അനുമോദിച്ചു. അഡ്വക്കേറ്റ് KM ആന്റണി റിട്ടയേർഡ് IPS പുരസ്കാരം നൽകി യോഗം ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് മാള പൗരാവലിയുടെ നേതൃത്വത്തിൽ മാളയിൽ സ്വീകരണം സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. AV തോമസ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഖ ഷാൻഡി ഡേവിസ് പാറേക്കാട്, ദേവസി കുടിയൻ, ഷാൻഡി ജോസഫ് തട്ടകത്ത്, ക്ലിഫി കളപ്പറമ്പത്ത്, ഡെന്നി പള്ളൻ, ജെയിംസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, ജനറൽ കൺവീനർ ഷാൻഡി ജോസഫ് തട്ടകത്ത്, ട്രഷറർ ദേവസി കൊടിയൻ എന്നിവരാണ് സംഘാടക സമിതി ഭാരവാഹികൾ. റോട്ടറി ക്ലബ്ബ് മാളയും ഹിയർ ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി സെന്ററും സംയുക്തമായി സൗജന്യ കേൾവി സംസാര പരിശോധന സംഘടിപ്പിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും തെരഞ്ഞെടുത്ത 5 നിർധന രോഗികൾക്ക് സൗജന്യമായി ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മാള റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി ഡോക്ടർ GN രമേശ് ശ്രവണ സഹായികളുടെ വിതരണം നിർവഹിച്ചു. റോട്ടറി പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി GGR റോയ് കണ്ടപ്പശ്ശേരി, ലിയോൺ വർഗീസ്, KM മോഹൻ, ബാബു ചെല്ലക്കുടം, രജിത്ത് വടക്കൻ, തോമസ് ചെല്ലക്കുടം എന്നിവർ പ്രസംഗിച്ചു. GLPS പാലിയന്തുരത്തിൽ പഠനോത്സവവും മധുരം മലയാളവും ഉദ്ഘാടനം നടന്നു. വാർഡ് കൗൺസിലർ വത്സല ഉദ്ഘാടനം ചെയ്തു. BBC മോഹൻരാജ് പതിപ്പുകളുടെ പ്രകാശനവും സമ്മാനദാനവും നടത്തി. BRC കോർഡിനേറ്റർ പാർവതി മധുരം മലയാളം പദ്ധതി വിശദീകരിച്ചു. പ്രധാന അധ്യാപിക സാബിറ, വിദ്യാർത്ഥദായിനി സഭാ സെക്രട്ടറി EN രാധാകൃഷ്ണൻ, ഷിയ, പൗർണമി, വിനോദ്, ഷീജ, സൂര്യ, നീതു എന്നിവർ സംസാരിച്ചു. കുറ്റിച്ചിറ ശ്രീ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ 1ാമത് വാർഷിക പൊതുയോഗം ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർഷിക പൊതുയോഗം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുറ്റിച്ചിറ വ്യാപാര ഭവനിൽ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് ക്ലബ്ബ് രക്ഷാധികാരി സണ്ണി ജോൺ അധ്യക്ഷത വഹിക്കും. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KB അജോഷ് പ്രതിഭാ പുരസ്കാര സമർപ്പണം നടത്തി. ഒളിമ്പ്യൻ ലിജോ ഡേവിസ് തൊട്ടാൻ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് CB സജീഷ്, സെക്രട്ടറി PR സനീഷ്, മായ സജീഷ്, KM ദേവസൂര്യ, VB അഭിനവ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മാള ഓരുപുഴ പാടശേഖരത്തിൽ മത്സ്യകൃഷിയുടെ പേരിൽ ആഴത്തിൽ ചെളിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് നെയ്തക്കുടി കുടിവെള്ള സംരക്ഷണ സമിതി ഭാരവാഹികൾ. ഇത് തടയാൻ മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമുണ്ടെന്നും സമരസമിതി. തൃശൂരിൽ കോൺഗ്രസിന് തിരിച്ചടി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേർന്നു. മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇവർക്ക് പാർട്ടി അംഗത്വം നൽകി.
അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിച്ചു. പെസഹ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.